യുണീക്ക് ബ്യൂട്ടി സൊല്യൂഷൻ്റെ സ്പെഷ്യാലിറ്റീസിൽ നമ്മൾ മൈക്രോബ്ലേഡിങ് ചെയ്യുന്നുണ്ട്. അതായത് ഐബ്രോസിന് കളറില്ല, ഇനി കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പെർമനൻ്റായിട്ടും സെമി പെർമനൻ്റായിട്ടും നമ്മൾ അത് ഫിക്സ് ചെയ്ത് കൊടുക്കും. അടുത്തത് നമ്മുടെ ഇയർ ലോബ് റിപ്പയറിംഗ് ആണ്. കാത് കീറി വിട്ടുപോയതും വിടാറായതും ആയിട്ടുള്ള കാതുകളുണ്ട്. കമ്മലിട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല, ചിലപ്പോൾ കീറൽ കണ്ടിട്ടായിരിക്കും കമ്മൽ. അപ്പോൾ അത് നമ്മൾ സർജറിയോ പെയിനോ ഒന്നും ഇല്ലാതെ മെഡിസിൻ അപ്ലൈ ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ വന്ന് അത് ജോയിൻ്റ് ആക്കി കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി നമുക്കുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് മൊറോക്കോൺ ബാത്ത്. അത് ഫുൾ ബോഡി പോളിഷിംഗ് ആണ്. മൊറോക്കോ രാജ്യത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു ബാത്താണ്. അത് നല്ല റിഫ്രഷിംഗ് ആണ്, സ്കിന്ന് നല്ല പോളിഷ്ഡ് ആകും, ഫെയർനെസ് കിട്ടും, നല്ല ഫ്രാഗ്രൻസും ഉണ്ട്. നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണത് മൊറോക്കോൺ ബാത്ത്. ലിപ്പ് കോൺടൂറിങ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ലിപ്പ് ഡാർക്ക് ഷെയ്ഡൊക്കെ ആണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്ത് ഒരു നാച്ചുറൽ കളറിലേക്കും പെർമനൻ്റായിട്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ഐലാഷ് എക്സ്റ്റൻഷൻ നമുക്കുണ്ട്. അത് കൺപീലി നമ്മൾ പെർമനൻ്റായിട്ട് വെച്ച് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ബ്രൈഡ്സിനൊക്കെ നല്ല ഭംഗിയായിരിക്കും, ആർക്ക് വേണമെങ്കിലും വയ്ക്കാം. ബ്രൈഡ്സാണ് കൂടുതലും അത് പ്രിഫർ ചെയ്യുന്നത്. നല്ലൊരു ഐലാഷസ് ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നെയിൽ എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്യുന്നത് ജെൽ നെയിൽ എക്സ്റ്റൻഷനാണ്. പോളി ജെല്ലുണ്ട്, ഗം ജെല്ലുണ്ട്. ഇതെല്ലാം 1 മന്ത് തൊട്ട് 3 മന്ത് വരെയും ലാസ്റ്റ് ചെയ്യും. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് വരുമ്പോൾ അത് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുത്താൽ അതൊരു പെർമനൻറ്റ് നെയിൽ എക്സ്റ്റൻഷൻ ആയിരിക്കും.
ഐബ്രോ ടാറ്റുവും നമ്മൾ ചെയ്യുന്നുണ്ട്. ഐബ്രോ ടാറ്റു ആണെങ്കിൽ പെർമനൻ്റ് ആണ്, മോർ ദാൻ 10 ഇയേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും. അതുപോലെ മറുക് ഇല്ലാത്തവർക്ക് മറുകൊക്കെ നമുക്ക് ബ്യൂട്ടി സ്പോട്ടുകൾ ഇട്ട് കൊടുക്കാം. അതാണ് ടാറ്റു. ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ടൈപ്പ് മേക്കപ്പും ചെയ്യും. എയർ ബ്രഷ് ഉണ്ട്, ഡിജിറ്റലുണ്ട്, ഹൈ ഡെഫിനിഷൻ മേക്കപ്പ് ഉണ്ട്, ഗ്ലാസ് സ്കിന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പാക്കേജായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഫേസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുത്തു പറയാനായിട്ട് പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് എല്ലാവരും തന്നെയും അത് ഒത്തിരി പ്രശ്നം ആണ്. എല്ലാവർക്കും സ്കിന്നിൽ പ്രോബ്ലം വരുന്നത് മെയിനായിട്ട് പിമ്പിൾ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പും കൂടെ മെയിനായിട്ടും അതിൽ കെയർ ചെയ്ത്, സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്, ഇച്ചിങ് ഉണ്ട് എങ്കിൽ സ്കാൽപ്പ് ട്രീറ്റ്മെൻറ്റോട് കൂടി വേണം നമ്മൾ എപ്പോഴും പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് 100% കിട്ടുകയുള്ളൂ. സോ ആ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ആ കൂട്ടത്തിൽ സ്കിൻ കെയർ നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിലെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു പരിഹാരമാണ്. നമുക്ക് ഉള്ളത് സ്കിൻ ട്രീറ്റ്മെൻറ്റായിട്ട് സ്കിൻ പീലിങ്ങുകളുണ്ട്. അത് നമ്മൾ മെയിനായിട്ടും ആയുർവേദിക് ബേസ്ഡ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത്. കാരണം ഒരു ഡസ്കി സ്കിൻ എന്ന് പറയുന്നതിൽ ഞാൻ ഹാപ്പിയാണതിൽ. പക്ഷേ കുറച്ചും കൂടെ കളർ വേണം എന്ന് തോന്നുന്നവർക്ക് ആയുർവേദിക്, അത് ബൈ ബർത്ത് വരെയുള്ള ഒരു നമുക്കൊരു സ്കിൻ ടോൺ ഉണ്ട്. ആ സ്കിന്ന് വരെയാണ് ഞാൻ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നതും സേഫായിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പം അത് ഈ ടാനൊക്കെ വന്ന് സ്കിന്ന് ഡള്ളായിട്ടുള്ളവർക്ക് കുറച്ചൊരു ഫെയർനെസ്സിലേക്ക് വരാനായിട്ട് സ്കിൻ പീലിംഗ് ഉണ്ട് നമുക്ക്. അത് ഡെർമ പീലെന്ന് പറയും. പക്ക ആയുർവേദിക്കാണ്. ഹോം കെയറിന് വേണ്ടുന്ന, ആഫ്റ്റർ കെയറിന് വേണ്ടുന്ന എൻ്റെ ക്രീമും പാക്കും തന്നു വിടും. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഫെയറും ആകും. അതുപോലെ പിഗ്മെൻറ്റേഷനും അതിന് നല്ലൊരു പരിഹാരമാണ്. പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് അത്. ഹെയർ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ്, പിന്നെ റിലാക്സിങ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഹെയർ കട്ട് ചെയ്ത് എൻഡ് കേളായിട്ട് പെർമനൻ്റായിട്ട് നിൽക്കുന്ന പെർമനൻറ്റ് ബ്ലോ ഡ്രൈ, അതായത് 3/4 സ്ട്രെയിറ്റ് വന്നിട്ട് എൻഡ് കേൾ, ആ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വോളിയം ഇൻക്രീസിങ് ഉണ്ട്, ബൗൺസിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. അതിൻ്റെ ആഫ്റ്റർ കെയറും നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വീട്ടിലത് ഫോളോ ചെയ്താൽ ഹെയറിന് ഒരു ഡാമേജും ഒന്നും വരില്ല. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കുട്ടികൾക്ക് പുതുതായിട്ട് ഇത് പഠിച്ച് നല്ലതായിട്ട് പാർലർ സ്റ്റാർട്ട് ചെയ്യണം, പാർലറിൽ പോയി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു യുണീക്ക് ബ്യൂട്ടി അക്കാഡമി ഉണ്ട്. ചിങ്ങം ഒന്നോടുകൂടി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ മോസ്റ്റ് വെൽക്കം. എല്ലാവർക്കും വന്ന് നന്നായിട്ട് പഠിപ്പിച്ചു തരും, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. യുണീക്കിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് പ്രീമിയം ലോഞ്ച്. അതായത് പാർലറിനകത്തൊരു പാർലർ ഒരു ലോഞ്ചായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ക പ്രൈവസി കൂടുതൽ ആഗ്രഹിക്കുന്ന
മറ്റ് ക്ലയൻസിനെ ഇൻറ്ററാക്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അങ്ങനെ ഒരു പ്രൈവസി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം ലോഞ്ചിലായിരിക്കും അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പുറത്തോട്ട് നിങ്ങൾക്ക് ഇറങ്ങേണ്ട കാര്യമേ വരുന്നില്ല. വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് നേരെ പോവുക. അതാണ് പ്രീമിയം ലോഞ്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നമ്മുടെ പാർലറിൽ കൂടുതലും അപ്പോയിൻമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രീതിയിൽ സർവീസ് ചെയ്ത് വരുന്ന ക്ലയൻസിനും കംഫർട്ടബിളായിട്ട് സർവീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോയിൻമെൻറ്റ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ബാക്കി എല്ലാ പാർലറിനെ പോലെ എല്ലാ വർക്കുകളും ഉണ്ട്. ഹെഡ് ടു ടോ വരെയുള്ള എല്ലാ ബ്യൂട്ടിഫിക്കേഷനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പാക്കേജാക്കി നമ്മൾ കൊടുക്കും. നമ്മുടെ യുണീക്കിൽ കാണുന്ന വേറൊരു സ്പെഷ്യാലിറ്റി പറയാൻ, വർഷങ്ങളായിട്ട് 20 ഇയേഴ്സോളം ആയിട്ട് എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ള എൻ്റെ സ്റ്റാഫുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ലതായിട്ട് നിങ്ങളെ സർവീസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഇത്രയും നാളും യുണീക്കിൽ നിൽക്കുന്നതും. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സർപ്രൈസായിട്ട് 1-2 ഗിഫ്റ്റ് കൊണ്ട് തന്നു കേട്ടോ. ഒന്ന് ഗുവാഷാണ്, പിന്നെ ഫേസ് മസാജ് ചെയ്യാനുള്ള ജേഡ് റോളറുമാണ്. അപ്പോൾ രണ്ടും എന്നോട് പറഞ്ഞു അത് അപ്വേർഡായിട്ട് ചെയ്താൽ മതി, മസാജ് ചെയ്താൽ മതി, അപ്പം റിങ്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നതെല്ലാം കുറയുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറൊരു നല്ല ഭംഗിയുള്ളൊരു അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് 2-in-1 ഫ്ലവേഴ്സാണ് കേട്ടോ. നമുക്ക് ചുമ്മാ വെക്കുമ്പോഴത്തേക്കൊരു ഫ്ലവേഴ്സായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി അല്ലെങ്കിൽ ടീ അല്ലെങ്കിൽ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡറായിട്ടും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം.